തിരുമേനി, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണ്. ആ ഗ്രൂപ്പിലുള്ളവരുടെ വീട്ടിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക പതിവാണ്. ഈ അടുത്ത കാലത്ത് ആ ഗ്രൂപ്പിലെ ഒരു മെമ്പർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പതിയെ നമ്മുടെ കുടുംബത്തിൽ ആ രോഗങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ചുമ്മാ പ്രാർത്ഥിക്കരുത് എന്ന്. ഇത് ശരിയായ കാര്യമാണോ? ഇതേക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് കുറച്ച് ഭയമുണ്ട്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ രോഗശമനത്തിന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും മികച്ചതായ കാര്യമാണ്. ഒരാളുടെ അസുഖം ഭേദമാക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ അസുഖം എടുത്ത് നമുക്ക് തരുമെന്നൊന്നും മൂഢതരമായിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞു തന്ന സുഹൃത്ത് ദൈവത്തിൽ പോലും വിശ്വാസമില്ലാത്ത ഒരാളായിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. ആരുടെയെങ്കിലും അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരുമെന്നൊക്കെയുള്ള ബുദ്ധിമോശപരമായിട്ടുള്ള ചിന്തകൾ ദുഷിച്ച മനസ്സുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള മനസ്സിൽ നിന്നാണ് ഉതിർകൊള്ളുക. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാരുണ്യവും നമ്മുടെ സ്നേഹവുമാണ് അവിടെ പ്രതിഫലിക്കുക. ഈശ്വരൻ നമുക്ക് അതുമൂലം നന്മകളാണ് നൽകുക. മാത്രമല്ല, നമ്മുടെ ഭക്തി കൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമായിരിക്കും ലഭിക്കുക. ഇതൊന്നും സംശയകരമല്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ നല്ല മനസ്സിനെ മോശപ്പെടുത്തുന്ന ഇത്തരം ചിന്താഗതിക്കാരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ് പ്രധാനം. നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മറ്റൊരാൾക്ക് ഗുണമല്ലാതെ നമുക്കെന്തെങ്കിലും ദോഷം കിട്ടുന്നതായിട്ട് ഇതുവരെയും പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളിൽ ചെന്ന് പെടാതിരിക്കുന്നതാണ് ഗുണകരം.